എന്തൊക്കെയുണ്ട്? ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പം രാവിലെ പരിപാടികളെല്ലാം തീർത്ത് കസിൻസിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അന്നേരം പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് ഞാൻ ഇവിടെ ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനിയും ഭയങ്കര ഒച്ചയാണ്, റോഡ് സൈഡിൽ വീടായതുകൊണ്ട്. ഇനിയും ബേർഡ്സിനുള്ള ഫുഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഔട്ടിംഗ് ആണിന്ന്. അപ്പോൾ അത് എന്താണെന്നുള്ളത് വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. ഒരു 2 hours ഡ്രൈവ് ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട്. കേജൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തേച്ച് നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം. എന്തുവാ എന്തുവാ രാവിലെ വന്നിരിക്കുന്നേ? എന്തോ ഒച്ച വെക്കുന്ന നീ? അതൊക്കെ വരാം കേട്ടോ. ഫിഞ്ചസൊക്കെ ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട് എല്ലാവരും. രാവിലെ വന്നിരിക്കുക. ഫിഞ്ചസിൻ്റെ കേജിനകത്തിൽ എന്തോ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു അതിനകത്ത് 2 പോട്ടിനകത്ത് കയറുന്നതൊക്കെ കണ്ട് ഞാൻ നോക്കട്ടെ എന്തോ അതിനകത്ത് വല്ല മുട്ടയൊക്കെ ഉണ്ടോയെന്ന്. കുറേ നാളായി നമ്മൾ പേരൊക്കെ തിരിച്ച് ഇട്ടിട്ട്, പക്ഷേ ഒന്നും സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കയറി നോക്കട്ടെ. മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരിങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സമ്മതിക്കത്തേ ഇല്ല സംസാരിക്കാനായിട്ട്. ഇവന് എന്തുവാ കിസ് വരുവാണോ എനിക്ക്? എൻ്റെ പല്ലൊന്നും എടുക്കാനില്ല കേട്ടോ. എന്താ സംസാരിക്കുന്നേ? ഇവരിങ്ങനെ ഇത് കണ്ടോ, കടിച്ച് എല്ലാ ടീഷർട്ടിൻ്റെയിലും മാർക്കാണ്. എല്ലാ ടീഷർട്ടും കടിച്ച് പറിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇട്ടാണ് കേജിൽ വരുന്നത്. കടിക്കാൻ എല്ലാ ടീഷർട്ടും. അപ്പോൾ ഞാനിനിയും കേജൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് പോകണം. കാരണം 2 hours ഡ്രൈവ് ഉണ്ട്. അവിടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ആ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് പ്രകാരമാണ് അവിടേക്ക് നമുക്ക് സ്പേസ് തരുന്നത്. ഇത്ര പേർക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഓക്കെ കടിക്കുന്നത്. അവൻ്റെ കൂടെ ഇരുന്ന ഇവള് കടിക്കാൻ പഠിച്ചിപ്പോൾ അല്ലേ? കടിക്കാൻ പഠിച്ചു നീ എന്നെ. നീ കടിക്കാൻ പഠിച്ചോ നീ എന്നെ? എന്നെ കഴിക്കുവാണോ നീ? നീ ഇവൻ്റെ കൂടെ കൂടി. അയ്യോ സോറി. എന്താ വേണം? നിന്റെ പെണ്ണ എന്നെ വഴക്ക് പറയുക? എന്താ വേണം? ഇവളെ അവൻ്റെ കൂടെ കൂടി ഇപ്പോൾ അവൾ കടിക്കാനായിട്ട് പഠിച്ചിപ്പോൾ. അവൻ നല്ല കടിയനാണ്. അവനെ അങ്ങനെ ഇങ്ങനെയൊന്നും പോയി പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവൻ പെർമിഷൻ തന്നെങ്കിൽ മാത്രമേ അവനെ പിടിക്കാൻ പറ്റുള്ളൂ, അല്ല അവൻ കടിക്കും. അപ്പോൾ പറഞ്ഞ പോലെ അവിടെ 11 o'clockനാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 hours ഡ്രൈവ് ഉള്ളതുകൊണ്ട് 9 o'clockനെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ 7 o'clock ആയിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാ പരിപാടിയും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞു. പോകുന്ന വഴിക്ക് എന്തെങ്കിലും വടയോ ഉഴുന്നുവടയോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം കാറിൽ ഇരുന്ന് തന്നെ കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ പണി നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നു. അപ്പം എൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരെയും കൊണ്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എവിടെ ഇതുപോലെ ദൂരെയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് പകുതി വഴി വരെയൊക്കെ ഞങ്ങൾ വടയൊക്കെ കഴിച്ചു. അപ്പം ഇടയ്ക്ക് അതിൻ്റെ ഒന്നും ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. ഇത് റിംഗ് റോഡിൽ കയറി കഴിഞ്ഞിട്ട് കനക്പുര റോഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല വ്യൂ ആണ് ഇതുവഴി പോകുന്ന സമയത്തൊക്കെ. നല്ല റോഡ്സും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇതുവഴി ഡ്രൈവിന് പോകാനായിട്ട്. ഞങ്ങൾ കൂർഗിലൊക്കെ പോകുന്ന സെയിം റോഡാണ്, മൈസൂർ റോഡ്. കനക്പുര റോഡിലോട്ട് നമ്മൾ ടോള് കഴിഞ്ഞ് തിരിയണം. അങ്ങനെ 2 hours കഴിഞ്ഞ് നമ്മളിവിടെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം. പ്രാണി പെറ്റ് സാങ്ച്വറിയാണിത്. അപ്പോൾ അവളാരും വന്നിട്ടില്ല. അതിന് മുന്നേ ഞാൻ ഓർത്തു ഇവർക്കൊക്കെ ഫീഡ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2 hours ഇവർ ഇരുന്നോളുമല്ലോ വണ്ടിയിൽ. ഗ്ലാസ്സൊക്കെ ഞാൻ താത്തിട്ടിട്ടാണ് പോകുന്നത്. ഫുള്ള് താക്കുമല്ല, കുറച്ച് താത്തിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കയറി. ഇവിടെ ടിക്കറ്റ് എടുക്കണം. 400 rupees per person. പിള്ളേർക്കും 3 years above ഉള്ളവർക്ക് സെയിം ചാർജാണ്.
ഇവിടെ കൂടുതലും പെറ്റ് സാങ്ച്വറിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അഡോപ്റ്റ് ചെയ്ത പെറ്റ്സാണ് ഇവിടെ ഉള്ളത്. വെച്ചാൽ ആൾക്കാരൊക്കെ വാങ്ങിച്ച് വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന പെറ്റ്സിനെ അവരിവിടെ കൊടുത്തിട്ട് പോയേക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും ജോലിപരം ഒക്കെ ജോലിക്കായിട്ടൊക്കെ പുറത്തൊക്കെ പോകേണ്ട വന്നവർ ഇവിടെ അവർ കൊടുത്തിട്ട് പോയതാണ് ഈ പെറ്റ്സിനെയൊക്കെ. So these are Jarbil from Mongolia. They have lot of fur on their tail because they want to protect themselves in a cold desert. That's it. Okay. Only good shelter, that's okay. Use it. It's okay. Very monthlies of the flash. ഫ്ലാഷ് ഓക്കെ ഓക്കെ. Join your hands. Look, like flat. Yes. ഷിവറിങ്. Normal heartbeat. Super fast heart. Like they are very small animals. So they heart beat is super fast. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഈ പെറ്റ്സിനെയൊക്കെ നമ്മൾക്ക് പെറ്റ് ചെയ്യാൻ പറ്റും, കയ്യിൽ പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇങ്ങനെ താഴെ ഇരിക്കണം. മുകളിൽ നിൽക്കുന്നവർക്കൊന്നും അവർ കൊടുക്കുകയില്ല. കാരണം ഇവർക്ക് ഒരു പേടിയുണ്ടല്ലോ. ഇവർ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ അടുത്ത് നിൽക്കും. നമ്മൾ തറയിലിരുന്ന് നമ്മുടെ മടിയിൽ വെക്കാനേ പറ്റുള്ളൂ. കൈയൊക്കെ കൊടുത്ത് അവർ കടിക്കും കേട്ടോ. എനിക്കിട്ടണം കിട്ടിയതാണ്. അതേപോലെ ഇഗ്വാനാനെ ഒന്നും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുകയില്ല. അവർ ആർണവനെ എടുക്കണമെന്ന് ഭയങ്കര, ആർണവന് മാത്രമല്ല എനിക്കും ഇതുപോലുള്ള സംഭവത്തിനൊക്കെ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവർ വയറിൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം. എന്നാലും ശരിയല്ലേ, അവർ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. നമ്മളൊക്കെ പിടിക്കുന്ന ഉടനെ ഇതൊക്കെ ഓടും. സുന്ദരിയാണോ സുന്ദരനാണോ? എനിക്കിതിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഇതുങ്ങളെ ഒന്നിനെയും വീട്ടിൽ വളർത്താൻ പറ്റുമല്ലോ. ഇതിനൊക്കെ എന്ത് കൊടുക്കും? എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബേർഡ്സിൻ്റെ ഏരിയ. അവിടെ പിന്നെ പോകാം. പിന്നെ ടേർട്ടിലല്ല, ഇത് കരയിലും വെള്ളത്തിലും താമസിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ആമ. കടിക്കുമെന്നാണ് പറയുന്നത്. പല്ലുണ്ട് ഇതിന്. ഈ കുതിരേനെയൊക്കെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെ ഇതുപോലെ റെസ്ക്യൂ ചെയ്തതാണ്. കാരണം അതിന് റേസിന് പറ്റാത്ത കുതിരകളാണ്. കാരണം അതിൻ്റെ ഹൂവ്സിന് സൈസില്ല. അതുകൊണ്ട് അവരെ ഇവിടെ വിട്ടേക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ ഗോട്ട്, ഒരു ടൈപ്പ് ഗോട്ടാണ്. എന്ത് രസമാണെന്നറിയാമോ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അതിനെ സെപ്പറേറ്റായിട്ട് ഇട്ടേക്കുക. കാരണം ഇതുപോലെ പുറത്ത് ഇതുങ്ങളുടെ വലിയ ഗോട്ട്സ് ഉള്ളതുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇത് കണ്ടോ പൈത്തൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ സാധനത്തിനെ കൈ പിടിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്കിതുപോലെ തൊടാനേ പറ്റുള്ളൂ. ഈ മൈഗ്രേറ്ററി ഡക്സിനെയൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഓടിച്ചിട്ടാ കടിക്കും കേട്ടോ. നമ്മൾ കൈയൊക്കെ അതിനകത്തിട്ടാൽ കടിക്കാൻ വരും ഇതിനകത്ത്. പിന്നെ നമ്മുടെ സ്വന്തം ഗിനി പിക്സ്. എൻ്റെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുല്ലൊന്നും കണ്ടുപിടിക്കാനായിട്ടുള്ള പാട് കൊണ്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് മമ്മയൊക്കെ ഇതിനെ ഒഴിവാക്കി വിട്ടതാണ്. റാബിറ്റ്. ഈ കോഴീനെ കണ്ടോ, എന്ത് രസമാണ് നോക്കി. കോഴിയല്ല, പെസൻ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിൻ്റെ തല കണ്ടോ, മുടിയൊക്കെ ഇങ്ങനെ ചീകി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നത്. ഒരു കണക്കിന് എനിക്ക് സങ്കടം തോന്നി. ഇവരെയൊക്കെ ഇതുപോലെ പെറ്റായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുവിട്ടതല്ലേ. പാവം. ഇവനെ കണ്ടോ, എൻ്റെ അമ്മോ, ഭയങ്കര സാധനം കേട്ടോ. ഇത് ബോവ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഒരു സ്നേക്കാണ്. ഇവന് കടിക്കുകയില്ല. പക്ഷേ ഇവർ നമ്മളെ നമ്മളെ ഞെക്കി വരിഞ്ഞ് മുറുക്കിയാണ് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ. ഒരു പിടി കിട്ടിക്കഴിഞ്ഞാൽ അവർ അന്നേരമേ പെട്ടെന്നാണ് ഇത് ക്ലിങ് ചെയ്ത് നമ്മളെ വരിഞ്ഞ് മുറുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സഫക്കേറ്റ് ചെയ്താണ് ഇവർ കൊല്ലുന്നത് എൻ്റെ പ്രേനെ. നമ്മുടെ അടുത്തോട്ട് ഇങ്ങ് വരും ഈ സാധനം. പിന്നെ ഇവിടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരമായിരുന്നു ഇവൻ്റെ പുറകെ നിന്ന് മാറിയിട്ടില്ല. അവൻ്റെ കാലം കൊണ്ട് ഇപ്പോൾ കടിയാണ്. ഇതിന് പല്ലുള്ള ആമയാണ്. ഇത് കടിക്കുകയും ചെയ്യും. ഇത് 100 കിലോ ഉള്ള ടേർട്ടിലാണെന്ന്. ഇത് എന്തോ നോക്കിക്കേ, ഇലയുടെ പുറകെ പോവുകയാണിത്. എന്ത് സാധനം കൊടുത്താലും അത് കയ്യിൽ നിന്ന് എടുത്ത് തിന്നും. കൈ കടിക്കും. പക്ഷേ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല. ഇപ്പം കണ്ടാണ് ആർണവിൻ്റെ കൈ ഇപ്പം അവൻ്റെ വായിലിരുന്നേനെ. എന്നാലും പഠിക്കുകയില്ല. പിന്നെ അവൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു. ആർണവൻ്റെ പുറകെ നടക്കുമായിരുന്നു. അവൻ ഇലയൊക്കെ കൊടുത്തോണ്ട്. ഇല നോക്കി കഴിക്കുന്ന കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ക്യൂട്ടായിട്ടിരിക്കുന്നു.
പിന്നെ ഏവിയറിയിൽ ഇവിടെ ഞാൻ പിന്നെ വരാൻ വേണ്ടി ഇരുന്ന എന്നാലല്ലേ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ കയറി കുറേ എണ്ണത്തിനെയൊക്കെ കൈയും കാലും ഒക്കെ കാണിച്ച് വരുത്താൻ നോക്കി. ഒരെണ്ണമാണ് വന്നത്. കടിയെന്ന് പറഞ്ഞാൽ നല്ല കടിയാണ് കടിക്കുന്നത്. നമ്മൾ എൻ്റെ ചെറുക്കൻ കടിക്കുന്ന പോലെ തന്നെ ഇവൻ കടിക്കും, ഇവരൊക്കെ കടിക്കും. പിന്നെ എടുത്ത് പിടിക്കാനൊക്കെ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ കടി കൊണ്ടാലും പിടിക്കാൻ പോകും, എന്നാലും പഠിക്കുകയല്ലോ. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എല്ലാ സാധനത്തിനെയും ഇതുപോലെ ഇവിടെയൊക്കെ നിന്നാലോ എന്നാണ് ഇവൻ്റെ പ്ലാൻ. എന്താകുമോ ഈ സുന്ദരിയെ കണ്ടോ? രണ്ടുപേരും സുന്ദരനും സുന്ദരിയും. ആ കറുത്ത പ്രാവാണെങ്കിൽ മറ്റവനെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നേ ഇല്ല. അവർ തമ്മിലൊന്ന് കൂടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഒന്ന് നോക്കി അന്നേരം പറഞ്ഞ് ഇപ്പുറത്ത് വരും. ഇവർ തമ്മിലുള്ള അടി കണ്ടുകൊണ്ടിരിക്കലായിരുന്നു എല്ലാവരുടെയും പണി. പിന്നെ അല്ലറ ചില്ലെല്ലാ എല്ലാ ഫാമുകളിലൊക്കെ കാണുന്ന പോലത്തെ പശു, ആട്, പന്നി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സാങ്ച്വറിയുടെ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പെറ്റ്സിനെയും കൊണ്ട് വരാം. ഞാൻ കൊണ്ടുവരാതിരുന്നത് പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ആംബർ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ പറഞ്ഞ അനുസരിച്ച് നിൽക്കുന്ന ആൾ. അപ്പോൾ പിന്നെ അവരെ കൂടെ കൊണ്ടുവന്നാൽ ഞാൻ പെടും. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരേണ്ടതായിരുന്നതാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.